ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ബാച്ചിലേഴ്സിന് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോഴപ്പോഴും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എടുത്തത്. വലുതാണെങ്കിൽ 1 മതി. സവാള ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അതിനായിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ കുരുവെല്ലാം മാറ്റിയ ശേഷം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1/2 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അപ്പോഴേക്കും ചിക്കനിൽ ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഫ്രൈങ് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് ചിലർക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. ചിലർക്കാണെങ്കിൽ വെളിച്ചെണ്ണയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ ഇടുമ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട ശേഷം മീഡിയത്തിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ചിക്കൻ അടച്ചു വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. അടച്ചു വയ്ക്കുമ്പോൾ അതിലുള്ള ആവിയിലിരുന്ന് കൂടി ഒന്ന് വെന്ത് കിട്ടും. എണ്ണയിൽ ഫ്രൈ ആവുന്നതിന് കൂടാതെ തന്നെ ആവിയും കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ പിന്നെ ചിക്കൻ വെന്തില്ല എന്നുള്ള പേടി വേണ്ട. ഒരു സൈഡൊന്ന് കളറ് മാറുമ്പോൾ ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എണ്ണ ഒന്ന് മാറ്റി കളയണം, അല്ലെങ്കിൽ ചിക്കൻ ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള റൗണ്ടിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.